വിഖ്യാതമായ ബംഗാൾ കടുവകളെ കണ്ടില്ലെന്ന് ദയവ് ചെയ്ത് കെറുവിക്കരുത്. ഇവിടെ കടുവയുടെ മറുപേര് മരണമെന്നാണ്. തൊട്ടരികെ സദാ അദൃശ്യമായി എപ്പോഴും ആക്രമിക്കാൻ കാത്തു നിൽക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത് അത്രയൊന്നും നല്ലതല്ലാത്തൊരു കഥയാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരുപാട് കഥകൾ വരുന്ന ഇക്കാലത്ത് സുന്ദർബൻസിലെ ഈ ദ്വീപിലെ ഗൊസാബയിലെ ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ വിധവ പാടാണ്. വീട്ടുദൈവങ്ങളെ കുരവയിട്ട് തൊഴുത പ്രാർത്ഥനയുടെ കവചവുമേന്തി മീൻ പിടിക്കാൻ പോയ പലരും പിന്നീട് ഈ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നില്ല. സുന്ദർബൻസിൽ 3000-ഓളം സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ നഷ്ടമായി. ബംഗാളിയിൽ അവർ ബാഗ് വിധോബകൾ, കടുവ കൊന്നവരുടെ പത്നിമാർ. സജ്നെ ഖാലിയിലെ കടുവാ സങ്കേതത്തോട് ചേർന്ന ഗൊസാബയിലെ തെരുവിന്റെ ദുഷ്പേര് തന്നെ ഇപ്പോൾ വിധവാപാറ എന്നാണ്. यहाँ का बहुत मछली पकड़ने जो सब आदमी है ना, वो तो बाहर जाती है मछली पकड़ने के लिए. वो मछली पकड़ने के लिए जाती है. जब तब टाइगर ने अटैक किया. ये रकम बहुत बहुत परिवार है यहाँ पर. अभी भी गसबा आरामपुरी है, लेकिन ये जो पाड़ा है ना, इसको नाम है विधवा पाड़ा. കുടിവെള്ളത്തിന് പാടുപെടുന്ന ദ്വീപാണിത്. വിധവാപാറയിൽ നിന്ന് നിരവധി പേർ കേരളത്തിലടക്കം തൊഴിലെടുക്കുന്നു. എങ്കിലും ആഷാഢമാസത്തിൽ മീൻ പിടിക്കാൻ പോകുന്നവർ കടുവകൾക്ക് ഇരയാവുന്നു. നിത്യദുരിതങ്ങളിൽ നിന്ന് തീരാസങ്കടത്തിലേക്ക് ജീവിതത്തിന്റെ പെൻഡുലമാടുമ്പോൾ തിരഞ്ഞെടുപ്പെത്തുന്നു. আর এখানে তো অবস্থা খুবই খারাপ, মানে কংক্রিট বাঁধ নেই প্রথম কথা। আর এই দেখুন না, জলের অবস্থা খুবই খারাপ, মানে জল পাওয়া যায় না। 2 ড্রাম করে জল পাওয়া যায়, পুকুরে জল নেই, শুকিয়ে গেছে। খুব অবস্থা খারাপ এখানকার। সরকারে যদি একটু জলের ব্যবস্থাটা করে খুবই ভালো হয়। ഇന്നും ആചാരങ്ങൾ ശക്തമാണ് ബംഗാളി ഗ്രാമങ്ങളിൽ. വിധവകൾ പിന്നീട് പലപ്പോഴും പുറം ലോകത്തെ കാണാതെ കഴിച്ചുകൂട്ടുന്നു. വിധവാപാറയിലും തെരഞ്ഞെടുപ്പാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലെ തെരഞ്ഞെടുപ്പ്. വിധവാപാറ എന്ന പേര് ഇവരിപ്പോൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതേയില്ല. രാജവംശിപ്പാറയാണിത്. എങ്കിലും ബംഗാൾ കടുവകൾ കൊന്നു തിന്നവരുടെ ഓർമ്മകളിലൂടെ ഈ വീടുകളിൽ മിക്കതിലും സ്ത്രീകൾ കഴിഞ്ഞുകൂടുന്നു സങ്കടത്തോടെ. വിനോദ് മൊറാഴയ്ക്കൊപ്പം വിധവാപാറയിൽ നിന്ന് കെ മധു, മാതൃഭൂമി ന്യൂസ്.